ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടത് മാനസാന്തരം എന്നുള്ള വിഷയമായിരുന്നു. അത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഉപദേശമാണ്. മാനസാന്തരം കഴിഞ്ഞ് പുതിയ നിയമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള അടിസ്ഥാന ഉപദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഹാൻഡ് ഔട്ടിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു വാക്യമാണ് എബ്രായർ 6:1. അവിടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എബ്രായർ 6:1 നിങ്ങൾ നോക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത പറഞ്ഞിരിക്കുന്നത് ദൈവത്തിങ്കലുള്ള വിശ്വാസം. എല്ലാവരും കണ്ടോ? വിശ്വാസം. മാനസാന്തരം കഴിഞ്ഞ് തൊട്ടടുത്തത് പറഞ്ഞിരിക്കുന്നത് അവിടെ വിശ്വാസമാണ്. അത് കഴിഞ്ഞ അപ്പോസ്തല പ്രവൃത്തികൾ 20:21 അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷ രത്ന ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? യവനനോടും യഹൂദനോടും ഞാൻ എന്താണ് പ്രസംഗിച്ചത്? ദൈവത്തിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. അപ്പം നമ്മൾ ഇനി കുറച്ച് ആഴ്ചകൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ് വിശ്വാസം. അപ്പം അത് തന്നെ ഈ രണ്ട് വാക്യങ്ങളിൽ കാണാം. ദൈവത്തിങ്കലുള്ള വിശ്വാസം എന്ന് പൊതുവായിട്ടും പറയാം, എന്നാൽ പ്രത്യേകിച്ച് വിശേഷാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പഠിക്കേണ്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വിശ്വാസം. സാധാരണഗതിയിൽ നമ്മൾ ഒരാളോട് ചോദിക്കുക എന്താണ് വിശ്വാസം എന്ന് വെച്ചാൽ എന്ത് പറയും? അത് മതപരമായ ഒരു സങ്കല്പം. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സങ്കല്പം, ഒരു വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ പറയും, അല്ലേ? എന്നാൽ ആ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് തിരുവെഴുത്തുകളിൽ അതല്ല വിശ്വാസത്തിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഒരു കാൽപ്പനികമായ വിശ്വാസമല്ല, സാങ്കല്പികമായ, അതായത് ഭാവനയെ തോന്നിയ വിശ്വാസം അതല്ല, അല്ലേ? മതപരമായ ഒരു ഭാവനയോ സങ്കല്പമോ കാൽപ്പനികമായതോ അല്ല. തിരുവെഴുത്തുകളിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല അർത്ഥം. ഇതൊക്കെ മതത്തിൻ്റെ നിർവചനങ്ങളാണ്. അപ്പോൾ വിശ്വാസം എന്താണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരുപാട് വിശ്വാസം എന്ന് എല്ലാ ഞായറാഴ്ചകളും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ സമയമെടുത്ത് പഠിച്ചിട്ടില്ല എന്തോ ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് സാധാരണ മലയാളത്തിൽ അല്ലെങ്കിൽ മതപരമായ ആളുകൾ ഉപയോഗിക്കുന്ന അർത്ഥമല്ല വിശ്വാസത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയുള്ള വാക്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യം ദൈവത്തിലുള്ള വിശ്വാസം എന്താണെന്നൊന്ന് ചിന്തിക്കാം. പിന്നെ അത് കഴിഞ്ഞ് രക്ഷയ്ക്ക്, പ്രത്യേകമായിട്ട് രക്ഷയ്ക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണെന്ന് രണ്ടാമത് ചിന്തിക്കാം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ വിശ്വാസം എന്താണെന്ന് തന്നെ ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന എബ്രായർ 11:1 വായിക്കാം. അത് വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു അർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു വിശദീകരണമാണ്, ഒരു വിവരണം. വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് കാണും? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാണും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു അർത്ഥമല്ല, പക്ഷെ അതിൽ നമുക്ക് എന്താണ് വിശ്വാസം എന്ന് പഠിക്കാം. അപ്പം മൂന്നാമതായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എബ്രായർ 11:1 ആരെങ്കിലും ഒരാൾ വായിക്കുക. അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒന്ന് ആശിക്കുന്നത്. എന്താ ഈ ആശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലേ? അതിനെയല്ലേ ആശിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയും. അതായത് ഇപ്പോഴില്ല, പിന്നത്തേതിൽ സംഭവിക്കും, അല്ലേ? ഇപ്പോഴില്ല, ഇപ്പോൾ എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഭാവി സംഭവിക്കാൻ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അനുഭവിക്കാൻ കഴിയില്ല. എന്താണ് ആശിക്കുന്നത്? ഭാവി സംഭവിക്കുന്നത്. ഞാൻ സാധാരണ മലയാളം ഇപ്പോൾ പഠിപ്പിക്കുന്നത്, സാക്ഷരത എഴുതുക, അല്ലാതെ ബൈബിളിലേക്ക് പിന്നെ വരാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാണാത്ത കഴിവ്, അതായത് അദൃശ്യമായത്, അല്ലേ? നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തത്, അല്ലേ? ഇപ്പോൾ കാണുവാൻ കഴിയാത്തത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണേ, ആശിക്കുന്നതും അദൃശ്യമായതും. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്താണ് വിശ്വാസം? അപ്പൊ കണ്ടോ, ഇപ്പോഴില്ല, ഇപ്പോൾ അനുഭവിക്കാൻ കഴിയാത്തതിൽ ഉറപ്പുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റാത്തതിൽ എന്തുണ്ട്?
നിശ്ചയമുണ്ടെന്ന്. ആഹാ, ഇതുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് എന്ത്? വിശ്വാസം. അപ്പം നമ്മൾ സാധാരണ നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് എങ്ങനെയാണ് വരുന്നത്? എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ട്, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് നിശ്ചയമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയുന്നത്? ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുന്നു, 4 മണിക്കൂർ എടുക്കും അത് ചെയ്യാൻ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ സാമഗ്രി ഉപയോഗിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം. അപ്പം നിങ്ങൾക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഇയാൾ പറയണ പോലെയൊക്കെയാണ്. പക്ഷേ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അയ്യോ പെട്ടെന്ന് ജോലി തീരുമല്ലോ ഈ സാമഗ്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ വന്നിട്ട് ഉറപ്പോടെ മൂന്നാമതൊരാളോട് പറയും, ഇത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജോലി 4 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറായി കുറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ്? കണ്ടതും അനുഭവിച്ചതും കൊണ്ട് ഉറപ്പും നിശ്ചയമായി, അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാതെയും കാണാതെയും തന്നെ ഉറപ്പും നിശ്ചയവും വരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? വിശ്വാസം. മറ്റേത് കാഴ്ചയാൽ വരുന്നതാണ്, അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് കാണാതെയും അനുഭവിക്കാതെയും തന്നെ ആശിക്കുന്ന കാര്യത്തിലും അദൃശ്യമായ കാര്യത്തിലും എന്ത് കടന്നു വരുന്നു? ഉറപ്പും നിശ്ചയവും കടന്നു വരുന്നു, അല്ലേ? അപ്പൊ അതെങ്ങനെ ഈ കാണാതെയും അനുഭവിക്കാതെയും നമുക്ക് ഉറപ്പും നിശ്ചയവും വരുന്നേ? അപ്പോ ഈ കാണാത്ത കാര്യത്തില് എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക, കാണാത്ത കാര്യത്തിൽ എങ്ങനെ എനിക്ക് ഉറപ്പും നിശ്ചയവും വരും? ഇതുണ്ടെങ്കിൽ വിശ്വാസം എന്ന് മനസ്സിലായി, പക്ഷെ എങ്ങനെ വരും? കാണാതെ കാര്യത്തിൽ ഉറപ്പും നിശ്ചയം എങ്ങനെ വരും? അങ്ങനെ വന്നാലേ പക്ഷെ എന്തുള്ളൂ? വിശ്വാസം എന്ന് പറയത്തുള്ളൂ. അപ്പൊ അതിന് അടുത്ത വാക്യം വായിക്കുക, റോമർ 10:17, അല്ലേ? വിശ്വാസം അപ്പൊ വരുന്നത് അനുഭവത്തിലൂടെയും കാണുന്നതിലെയും കൂടെ അല്ല. നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് എൻ്റെ ജഡത്തിൽ അനുഭവിച്ചല്ല അപ്പൊ എനിക്ക് വിശ്വാസം വരുന്നത്. കാരണം ഇത് ആശിക്കുന്ന കാര്യം, ഭാവി നടക്കുന്ന കാര്യവും അദൃശ്യമായ കാര്യത്തിൽ ഉറപ്പും നിശ്ചയവും വരുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഇതെങ്ങനെ വരും? കണ്ടു അനുഭവിച്ചല്ല, കേൾവിയാലും. കേൾവി എന്താണ്? ദൈവവചനത്താലും. എല്ലാവരും ആ വാക്യം കണ്ടോ? റോമർ 10:17. റോമർ 10:17 അത് പറഞ്ഞത്. എങ്ങനെ വിശ്വാസം വരും? വിശ്വാസം വരുന്നത് എങ്ങനെ? കേൾക്കണം. എന്ത് കേൾക്കണം? ദൈവവചനം. വിശ്വാസം കേൾവിയാലും. കേൾവി ക്രിസ്തുവിന്റെ വചനം. ആ കേൾവി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വിശ്വാസം കേൾവിയാലും. എന്ത് കേൾക്കുന്നത്? ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിനാലും എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് പറയാം? വിശ്വാസം യേശുവിന്റെ വചനം അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ. അപ്പോ ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വരുന്നു, എനിക്ക് നിശ്ചയം വരുന്നു. എന്തില്? ആശിക്കുന്നതിലും അദൃശ്യമായതിലും. അപ്പൊ ഇത് സ്വന്തമായിട്ട് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടറിയാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളിലല്ല വിശ്വാസം, അല്ലേ? ഇപ്പൊ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവം അദൃശ്യമായതാണ്, അല്ലേ? നിത്യമായ രക്ഷ, നിത്യത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ആശിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിൽ ഉറപ്പും നിശ്ചയവും വരണമെങ്കിൽ എന്താദ്യം കടന്നു വരണം? ദൈവവചനം. അപ്പൊ എന്താണ് വിശ്വാസം? വെറുതെ വിശ്വാസം എന്നുള്ളത് പൊതുവായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദൈവവചനത്തിലൂടെ എനിക്ക് വെളിപ്പാട് ലഭിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉറപ്പിനെയും നിശ്ചയത്തെയുമാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. കണ്ടോ? കണ്ട് വിശ്വസിക്കുകയല്ല, അനുഭവിച്ച് വിശ്വസിക്കുകയല്ല. അതായത് നമ്മൾ ജഡീകമായിട്ട് അനുഭവിച്ചല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ല, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവചനം ഉറപ്പും നിശ്ചയവും തരികയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? കുറച്ച് ചിന്തിച്ചാലേ ഇന്നത്തെ മെസ്സേജ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിനോട് ചേർന്ന് വായിക്കാം അടുത്ത വാക്യം, എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. 2 കാര്യങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ വിശ്വസിക്കണം. ദൈവമുണ്ടെന്നും പിന്നെന്തുവാ? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും. പ്രതിഫലം കൊടുക്കും. എല്ലാരും കേട്ടോ അത്? അപ്പൊ 2 കാര്യം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം. ഒന്ന്, ദൈവമുണ്ട്. ദൈവം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അത് അദൃശ്യമായ കാര്യമാണ് ദൈവം ഉണ്ടെന്നുള്ളത്. രണ്ടാമതായിട്ട്, അവനെ അന്വേഷിച്ചാൽ അത് വൃഥാവാകത്തില്ല, അവൻ അതിന് തക്കതായ പ്രതിഫലം കൊടുക്കും. അത് ആശയ, ഭാവി നടക്കുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ അവനെ അന്വേഷിച്ചാൽ പിന്നത്തേതിൽ എനിക്ക് അവൻ്റെ പ്രതിഫലം ലഭിക്കും. കണ്ടോ? അപ്പോൾ അദൃശ്യമായ ഒരു കാര്യം, ആശിക്കുന്ന ഒരു കാര്യം, അല്ലേ?
ഇത് രണ്ടിലും എന്ത് വേണം? എനിക്ക് ഉറപ്പ് വേണം. എനിക്ക് എന്ത് വേണം? ഉറപ്പും നിശ്ചയവും വേണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസം എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അവിടെ പറയുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ എന്താണ്? ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം, അതായത് എനിക്ക് കണ്ണുകൊണ്ട് കാണാനും അനുഭവിക്കാനൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് ഇത്. കാരണം ദൈവം അദൃശ്യനാണ്, അല്ലേ? ദൈവത്തെ എനിക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. ഇനി ഭാവിയിൽ ദൈവം പ്രതിഫലം തരുന്നത് എനിക്ക് ഇപ്പോൾ അനുഭവമില്ല, അത് ഭാവി സംഭവിക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് നിശ്ചയമുള്ള? ദൈവം പറഞ്ഞു. അതാണ് ദൈവവചനം. മനസ്സിലായോ? ദൈവം വചനത്തിലൂടെ എന്നോട് സംസാരിച്ചതു നിമിത്തം ഞാൻ ഇതെല്ലാം വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അവൻ പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എനിക്ക് ഉറപ്പും നിശ്ചയവും വരുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസം എന്ന് വിളിക്കുന്നത്. ദൈവം പറഞ്ഞതുകൊണ്ടുള്ള എന്താണ്? നിശ്ചയവും ഉറപ്പും. ഇനി അവിടെ അങ്ങ് നിശ്ചയവും ഉറപ്പും ഉണ്ടെന്നും പറഞ്ഞ് ബുദ്ധിയിൽ തലയാട്ടി കാണിച്ചാൽ മാത്രം പോരാ. ഈ ഉറപ്പും നിശ്ചയവും എന്തിൽ കലാശിക്കണമെന്നറിയാവോ? ദൈവവചനം നിമിത്തം എൻ്റെ ഉള്ളിൽ ഉറപ്പും നിശ്ചയവും വരുമ്പോൾ അത് എന്തിലേക്ക് നയിക്കണം അറിയാവോ? ആശ്രയം. ആശ്രയം. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പൊതുവായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെ? നമ്മൾ ആദ്യം എബ്രായർ 6:1 വായിച്ചു, ദൈവത്തിങ്കലുള്ള വിശ്വാസം. അപ്പം പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവവചനം വെളിപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം ഉറപ്പും നിശ്ചയവും ഉണ്ടായിട്ട്, ബോധ്യം വന്നിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ തന്നെ ചാരുന്നു. കണ്ടോ? അല്ലാതെ ബുദ്ധിയിൽ ബോധ്യം വന്നിട്ട് തലയാട്ടുന്നതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് നിശ്ചയമുണ്ട്, അതുകൊണ്ട് ഞാൻ അവനിൽ ചാരും. അതിനകത്തൊരു സാഹസികത ഉണ്ട്, അല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ തലയാട്ടുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ലായിരിക്കാം, എനിക്ക് ദൈവം ഭാവിയിൽ എനിക്ക് തരുന്ന എന്താണെന്ന് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ലേ പോലും ഈ ഉറപ്പും നിശ്ചയവും ദൈവം ഉള്ളിൽ തരുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം ചുമ്മാ ഒരു പ്രസംഗം പോലെ കേട്ടിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഉള്ളിൽ പ്രകാശിപ്പിക്കണം ആ വചനം. ഉള്ളിൽ എനിക്ക് ബോധ്യം നിറങ്ങണം ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെട്ട് എനിക്ക് ഉറപ്പും നിശ്ചയം ഉണ്ടാകുമ്പോൾ അത് ആശ്രയത്തിൽ കലാശി. ഈ ആശ്രയമാണ് ഏറ്റവും കാതലായ വിഷയം. അല്ലാതെ ഉറപ്പുണ്ട് നിശ്ചയമുണ്ടെന്ന് പറഞ്ഞ് തലയാട്ടി കാണിച്ചിട്ട് കാര്യമില്ല. ആശ്രയത്തിൽ അത് കലാശിക്കണം. അപ്പൊ കണ്ടോ, നേരത്തെ നമ്മൾ മതത്തിൽ എന്തായിരുന്നു വിശ്വാസം? ഒരു സങ്കല്പം, അത്രയേ ഉള്ളൂ, അല്ലേ? ഒരു സങ്കല്പം, ഒരു ഐതിഹ്യം എന്നൊക്കെ പറയും. ഒരു വിശ്വാസം, അവരുടെ ഒരു വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയും. അതല്ല ബൈബിളിലെ വിശ്വാസം. ഉറപ്പും നിശ്ചയവും വചനത്താൽ ഉളവായിട്ട് കർത്താവിൽ ആശ്രയം വെക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശ്രയം വെക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവനിൽ ചാരണം, അല്ലേ? ഇപ്പൊ ഈ ബോർഡ് ഇതിൽ ചാരുന്നില്ലെങ്കിൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൽ ചാരണം. അതിനെയാണ് ദൈവത്തിങ്കലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നില്ലേലും, ആശിക്കുന്ന കാര്യം എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ലേലും, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ അവൻ്റെ വചനപ്രകാരം ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ കാര്യം എന്തിനാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്? കാരണം ഇത് നിങ്ങളുടെ മനസ്സിൽ കയറണം, എന്താണ് ഈ വിശ്വാസം എന്ന്. അപ്പോൾ വിശ്വാസം ബൈബിളിൽ മതപരമായ ഒരു സങ്കല്പമല്ല, അത് വെറും ഒരു ഭാവനയല്ല. എന്താണ്? ദൈവവചനം പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് എണ്ണിക്കൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കണം. അതൊരു സാഹസികത നിറഞ്ഞ പരിപാടിയാണ്, അല്ലേ? ദൈവം ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ആണെന്നും ദൈവം ഈ പറഞ്ഞ പോലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു, അവൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ വചനം പറയുന്നത് പോലെ തന്നെ ആയിരിക്കുമെന്ന് എണ്ണിക്കൊണ്ട് നമ്മൾ അവൻ്റെ കയ്യിലോട്ടെടുത്തങ്ങ് കൊടുക്കുക. അതിനകത്തൊരു സാഹസികതയുണ്ട്, ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത്, അല്ലേ? അതാണ് ഈ ആശ്രയം, പൂർണ്ണമായിട്ട് അവനിൽ ചാരുക എന്നുള്ളത്. അപ്പോൾ ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് റോമാലേഖനം 4 പോകാം. അവിടെ അടുത്ത എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസം ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും. റോമാലേഖനം 4:18 മുതൽ 21 വരെ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബലിദാനികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയെന്നും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പൊ അബ്രഹാമിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. 100 വയസ്സായപ്പോഴാണ് തനിക്കൊരു സന്തതി ജനിച്ചത്. അപ്പൊ 75-ാം വയസ്സിലെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. 99-ാം വയസ്സിൽ വന്ന് പേരൊക്കെ മാറ്റി അബ്രഹാം, അതായത് ബഹുജാതികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിന്റെ വാക്കിന്റെ അർത്ഥം. അതുവരെ അവന്റെ പേര് അബ്രാം എന്നായിരുന്നു, ഉയർന്നിരിക്കുന്ന പിതാവ് എന്നുള്ള അർത്ഥമേ ഉള്ളായിരുന്നു. പക്ഷേ അവന്റെ പേരൊക്കെ മാറ്റി. പക്ഷേ 99-ാം വയസ്സിൽ ഈ വാഗ്ദത്തമൊക്കെ കിട്ടിയ ഏതെങ്കിലും ഒരു അപ്പൂപ്പൻ അടുത്ത വർഷം ഞാൻ അപ്പനാവും എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? തലയ്ക്ക് വട്ടായി, അപ്പൂപ്പന് ഭ്രാന്തായി, പ്രായമൊക്കെ കൂടി അല്ലേ എന്ന് പറയും. അപ്പോൾ കണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, അവൻ ആ വാക്യം, അതായത് ദൈവം അവനെ കൂടാരത്തിന് പുറത്തു കൊണ്ടുവന്നേച്ച് എന്താ പറയുക, ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആകാശത്തിൽ നോക്കിയപ്പോൾ നിറയെ നക്ഷത്രങ്ങൾ, അതെ, കോടാനുകോടി നക്ഷത്രങ്ങൾ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞതാണ് നമ്മൾ ആദ്യം വായിച്ച 17, നിന്റെ സന്തതികൾ ഇവണ്ണമാകും, എവണ്ണം ഈ നക്ഷത്രങ്ങൾ പോലെ എന്ന് പറഞ്ഞത് അവൻ എന്ത് ചെയ്തു? ബാക്കി വായിച്ചോട്ടെ 17. ആകുമെന്ന് ആശയ്ക്ക് വിരോധമായി. എന്താ അതിന്റെ അർത്ഥം? ആശയ്ക്ക് വിരോധമായി ആശിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് നോക്കിയാലും തൻ്റെ ജഡത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നോക്കിയാലും ആശയ്ക്ക് ഒരു വകുപ്പുമില്ല. 100 വയസ്സുള്ള അപ്പൂപ്പന് കുഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അതിന് ബയോളജി, മെഡിക്കൽ സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആശയില്ലാതിരുന്ന സമയത്ത് വാഗ്ദത്തമുള്ളത് കൊണ്ട്, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തൻ്റെ ഉള്ളിൽ എന്ത് വന്നു? ഉറപ്പും നിശ്ചയവും വന്നു. അതെ, ശരിയാ, സാഹചര്യങ്ങളൊക്കെ ശരിയാ, ഞാൻ അപ്പനാവാൻ എനിക്ക് വകയില്ല, പക്ഷേ വചനം എൻ്റെ ഉള്ളിൽ നൽകുന്ന നിശ്ചയവും ഉറപ്പും നിമിത്തം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ആശയില്ലായ്മയുടെ മുഖത്ത് നോക്കി അവൻ ആശിച്ചു. പറഞ്ഞ മനസ്സിലായോ? സാഹചര്യങ്ങൾ വെച്ച് ആശിക്കാൻ വകയില്ല, പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് ആശിച്ചു. അതല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. കാണാൻ പറ്റത്തില്ല, ഭാവിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോഴില്ല. പക്ഷേ ദൈവവചനം എൻ്റെ ഉള്ളിൽ തരുന്ന വെളിപ്പാട് നിമിത്തം എനിക്ക് എന്തുണ്ട്? നിശ്ചയവും ഉറപ്പുമുണ്ട്. അതുകൊണ്ട് നിമിത്തം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞത്. അത് തന്നെയല്ലേ അബ്രഹാം ഇപ്പോൾ ചെയ്യുന്നത്. തനിക്ക് സാഹചര്യങ്ങളിൽ നോക്കിയാൽ ഒരു വകുപ്പുമില്ല ആശിക്കാൻ. പക്ഷേ ആശയ്ക്ക് വിരോധമായി, മാനുഷിക ആശയ്ക്ക് വിരോധമായി താൻ ദൈവവചനം നിമിത്തം ആശിച്ചു. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്യം, 100 വയസ്സുള്ളവനായിട്ടും ശരീരമൊക്കെ പോയി. അതാണ് കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കണ്ടോ? അപ്പൊ വാക്തത്വത്തിലുള്ള ഉറപ്പ്, ദൈവം പറഞ്ഞ വാക്കിലുള്ള ഉറപ്പ്, ഇതൊന്നും കാരണം ക്ഷീണിച്ചു പോയില്ലെന്ന്. അടുത്ത വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അടുത്ത 21-ാമത്തെ വാക്യം, അവനെന്ന് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ്, അല്ലാതെ അബ്രഹാം അല്ല. മലയാളം ബൈബിളിൽ പലപ്പോഴും ഈ അവൻ ആരാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഈ ആരാണ് ഈ ലവൻ അല്ലെ, അതൊരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അതെ, അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 21-ാമത്തെ വാക്യത്തിൽ ദൈവമാണ്. അതായത് അബ്രഹാം എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തു? അവൻ, അതായത് ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും 99-ാം വയസ്സിലും എനിക്ക് അപ്പനാവാൻ പറ്റും, ദൈവത്തിന് കഴിയും. അപ്പൊ കണ്ടോ, ദൈവത്തിങ്കലുള്ള വിശ്വാസം എന്താണ്? സാഹചര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും എൻ്റെ ജഡത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിലും ആശ്രയിക്കാതെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിലും ജഡം കൊണ്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ആശിക്കുന്ന കാര്യത്തിൽ ദൈവ വെളിപ്പാട് നിമിത്തം, ദൈവവചനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന വെളിപ്പാട് നിമിത്തം എനിക്ക് എന്ത് വരുന്നു? നിശ്ചയവും ഉറപ്പും വരുന്നു. ദൈവം പറഞ്ഞതുപോലെ അവൻ പ്രവർത്തിക്കും, അതുകൊണ്ട് ഞാൻ അവനിൽ ആശ്രയിക്കും. അതാണ് അബ്രഹാം ചെയ്തത് അല്ലേ. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ. അപ്പൊ അതാണ് ദൈവത്തിങ്കലുള്ള വിശ്വാസം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. രക്ഷയ്ക്കായിട്ടപ്പോൾ ഞാൻ എന്ത് വിശ്വസിക്കണം? ഇത് പൊതുവായിട്ടുള്ള ദൈവവിശ്വാസമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നമ്മൾ ഓരോ ദിവസം ജീവിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പൊ അതെന്താ അതിൻ്റെ അർത്ഥം?
വചനപ്രകാരം നിശ്ചയവും ഉറപ്പും വന്നിട്ട് അവനിൽ ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക കാര്യമോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നമൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം സംസാരിക്കുന്ന വാക്തത്വം ഏറ്റെടുക്കണം. എന്നിട്ട് അതിലൂടെ നിങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന ആ നിശ്ചയത്തിലും ഉറപ്പിലും അടങ്ങിയിരുന്ന് അവനിൽ ആശ്രയിക്കണം. അതാണ് പൊതുവായുള്ള ദൈവവിശ്വാസം. എന്നാൽ യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് രക്ഷയ്ക്ക് ഹേതുവായ വിശ്വാസം, രക്ഷ ഉളവാക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. വേറെ ഏതെങ്കിലും വിശ്വാസമല്ല ഇത് രണ്ട് വിശ്വാസമല്ല. വിശ്വാസം ഒന്നേ ഉള്ളൂ, സ്വഭാവം ഒരേ വിശ്വാസം തന്നെയാണ്. പക്ഷേ എന്തു വിശ്വസിച്ചാൽ രക്ഷ വരും, അപ്പം അത് വിശേഷാൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്കിനി റോമാലേഖനം 10:9 കടക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കണ്ടോ, എന്തോ ഒരു കാര്യം വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എല്ലാവരും കണ്ടോ ആ വാക്യം? അപ്പൊ ഒന്നാമതായിട്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാ കൊണ്ട് ഒരു കാര്യം ഏറ്റു പറയണം, യേശു കർത്താവാണെന്ന് അല്ലേ? എന്താ ഈ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലയാള വ്യാകരണത്തിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. ആ കർത്താവല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കർത്താവ് എന്ന് പറഞ്ഞ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം രാജാവ് അല്ലെങ്കിൽ യജമാനൻ, ഭരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിനാണ്. നാഥൻ, ഇതൊക്കെയാണ് കർത്താവ് എന്നുള്ളതിന്റെ അർത്ഥം. അതായത് സകല സൃഷ്ടിയുടെയും നാഥൻ, രാജാവ്, യജമാനൻ, ഭരണം ചെയ്യുന്നവൻ യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയണം. രണ്ടാമതായിട്ട് എന്താ അവിടെ പറയേണ്ടത്? ദൈവം ദൈവം യേശുവിനെ ഉയർപ്പിച്ചു അല്ലെ? അതെന്താ സൂചിപ്പിക്കുന്നേ? എന്താ ഈ ഉയർപ്പ് സൂചിപ്പിക്കുന്നേ? കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയ്ക്കായിട്ട് ആവശ്യമുള്ള എല്ലാ പ്രവൃത്തിയും അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് അവനെ കുഴിച്ചിട്ട് പിന്നെ അതോടെ കഥ തീരുന്നില്ല. മരിച്ച് നമ്മുടെ പാപത്തിന്റെ ശമ്പളം പൂർണ്ണമായിട്ടും അവൻ കൊടുത്തു തീർത്തത് കൊണ്ട് ദൈവം എന്ത് പറഞ്ഞു? ഇനി നീ മരണത്തിന്റെ കീഴിൽ ഇരിക്കേണ്ട, പുറത്തു പോരെ അല്ലേ? ഇപ്പം നമുക്ക് വേണ്ടി നമ്മൾ കടം വാങ്ങിച്ചിട്ട് ഒരു കേസായി, ആ വേറൊരാൾ ആ കടം മുഴുവൻ അടച്ചു തീർത്താൽ പിന്നെ നമ്മൾ കടത്തി കിടക്കുകയാണ് അല്ല. ഇപ്പം നമ്മളൊരു കൊല ചെയ്തിട്ട് നമുക്ക് പകരം ഒരാൾ ജയിലിൽ പോയി കിടക്കുന്നു 15 വർഷം കഴിഞ്ഞു, പിന്നെയും ജയിലിൽ കിടക്കണോ? തീർന്നു, കുറ്റം നമുക്ക് വേണ്ടി സഹിച്ചു തീർന്നു എന്ന് പറഞ്ഞതുപോലെ മരണം അവൻ ഏറ്റു. പൂർണ്ണമായിട്ട് നമ്മുടെ പാപത്തിന്റെ ശമ്പളം കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന്റെ കീഴിൽ കിടക്കണോ? വേണ്ട, പുറത്തു വരാം. അതാണ് ഉയർപ്പ്. അപ്പൊ ഉയർപ്പ് എന്തോ സൂചിപ്പിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ എല്ലാം ചെയ്തു തീർത്തു. അപ്പൊ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? പൂർണ്ണമായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാം ദൈവം യേശുവിൽ ചെയ്തു തീർത്തു. പരിപൂർണ രക്ഷ വന്നു. അപ്പൊ ഇവിടെ എന്താണെന്നറിയാം, നമ്മൾ സൂചിപ്പിക്കുന്ന കർത്താവ് തന്നെയാണ് രക്ഷകൻ. ഏക രക്ഷകൻ കർത്താവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഏറ്റുപറച്ചിൽ സൂചിപ്പിക്കുന്നത് അതാണ്. ദൈവം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള അർത്ഥം മാത്രമല്ല. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ആത്മീയ സന്ദേശം എന്താണ്? പൂർണ്ണമായിട്ടും രക്ഷ യേശു ക്രിസ്തുവിൽ ദൈവം കൈവരിച്ചു. ഇനി രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, നിർജീവ പ്രവൃത്തികൾ, മതപരമായ ഭക്തി, സ്വയനീതി എല്ലാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പ്രവൃത്തികളൊന്നും വേണ്ട, കർത്താവ് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അവനിൽ ആശ്രയിച്ചാൽ മതി, അവനിൽ ചാരിയാൽ മതി എന്ന് നമ്മൾ ആദ്യമേ പറയണം. അവനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അല്ലേ? ഒന്ന്, യേശു കർത്താവാണ്, മറ്റേത് യേശു രക്ഷിതാവാണ് അല്ലേ? ഇത് രണ്ടും വിശ്വസിച്ചാൽ എന്ത് കടന്നു വരും? രക്ഷ കടന്നു വരും അല്ലേ? അപ്പൊ അതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണേ. 1-ാം നൂറ്റാണ്ടില് യേശുവിനെ കണ്ട ഒരുപാട് യഹൂദന്മാരുണ്ട് അല്ലേ? യേശുവിനെ കണ്ണുകൊണ്ട് കണ്ടു, യേശു നടന്നു പോകുന്നതും അത്ഭുതം ചെയ്യുന്നതും എല്ലാം കണ്ടു. പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് പോയെന്നും പല യഹൂദന്മാരും പറഞ്ഞു. അവരാരും രക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ അതെന്താ? അപ്പം
കണ്ണുകൊണ്ട് കണ്ടവരാ അവരെല്ലാം. അതല്ല, ബുദ്ധിപരമായ അല്ല. എന്താണ്? ദൈവീക വെളിപ്പാട് വേണം. ഈ നടന്നു പോകുന്ന യേശു കർത്താവാണെന്ന് വെളിപ്പാട് കിട്ടണം. അപ്പം അന്ന് ജീവിച്ചിരുന്നെങ്കിൽ കണ്ടവരാണേലും ഇപ്പം നമ്മളെപ്പോലെ യേശുവിനെ നഗ്നനേത്രം കൊണ്ട് കാണാത്തവരാണേലും വിശ്വാസം വരണേ എന്താ വേണം? നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനത്തിലൂടെ ദൈവിക വെളിപ്പാട് കടന്നു വരണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ കണ്ടതുകൊണ്ട് ആർക്കും വിശ്വാസമൊന്നും വന്നില്ല. യേശു ക്രിസ്തു മറ്റേ കല്ലറയിൽ നിന്ന് പോയല്ലോ എന്ന് ആ വാർത്ത കേട്ടവർക്കും വിശ്വാസം വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നു. അവരപ്പം ചിന്തിച്ചത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അവൻ്റെ ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇത് കള്ളത്തരമാണെന്ന് അവന്മാർ പറഞ്ഞത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവരായാലും ഇന്നത്തെ കാലത്തുള്ളവരായാലും ദൈവിക വെളിപ്പാടുണ്ടേലേ വിശ്വാസം വരുത്തും. ദൈവം ഉള്ളിൽ ബോധ്യം തരണം. അപ്പോൾ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയണമെങ്കിലും യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് പറയണേലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വേണം. നിങ്ങളുടെ ആ ലിസ്റ്റിൽ ഇല്ലാത്തൊരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 12:1. ആരെങ്കിലും ബൈബിളുള്ള ഒരാളൊന്ന് വായിക്കുക. 1 കൊരിന്ത്യർ 12:1. നിങ്ങൾ കേട്ടാൽ മതി, എഴുതിയെടുക്കുന്നവർ എഴുതി വെക്കുക. 1 കൊരിന്ത്യർ 12:1. ആ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. കണ്ടോ? അപ്പൊ ഈ 2 കാര്യങ്ങൾ വിശ്വസിച്ചാലേ എനിക്ക് രക്ഷ കടന്നു വരത്തുള്ളൂ. പക്ഷെ ഇത് പറയണ എന്തോ വേണം? ദൈവിക വെളിപ്പാട് വേണം. ബുദ്ധിയിൽ അറിഞ്ഞിട്ട് കാര്യമില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കണ്ടിട്ടും കാര്യമില്ല. നമ്മൾ ചിലരൊക്കെ ചിന്തിക്കും അന്ന് ജീവിച്ചിരുന്ന എന്ത് നല്ലതായിരുന്നു യേശുവിനെ നേരിട്ട് കാണാൻ. ഒരു ഗുണവും ഇല്ല. അന്ന് വെളിപ്പാട് കിട്ടാത്തൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരു ഗുണവുമില്ല. ഇന്ന് വെളിപ്പാട് കിട്ടി രക്ഷിക്കപ്പെടുന്നതാണ് അതിനേക്കാളും നല്ലത്. അതുകൊണ്ട് യേശുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിൽ അങ്ങ് വലിയ കാര്യമൊന്നുമില്ല. ഉള്ളിൽ വെളിപ്പാട് വരണം. ഇത് കർത്താവാണ്, ഈ സൃഷ്ടിയുടെ പ്രഭുവാണ് ഈ പോന്നവൻ, ഇവനാണ് ഏകരക്ഷകനെന്ന് ഉള്ളിൽ ദൈവം ബോധ്യം നൽകണം. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരുത്തനും പറയാൻ പറ്റത്തില്ല യേശു കർത്താവാണ്. അതായത് മലയാളത്തിൽ യേശു കർത്താവാന്ന് പറയുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കൊണ്ട് ഏറ്റു പറയും. അർത്ഥം മനസ്സിലാക്കി പറയണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് വേണം. അപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ രക്ഷ ഉളവാക്കുന്ന വിശ്വാസം? ദൈവ വെളിപ്പാടിലൂടെ പൂർണ്ണമായിട്ട് നമ്മൾ അവനിൽ ചാരിക്കൊണ്ട് ഈ 2 കാര്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റുപറയണം. യേശു തന്നെയാണ് എൻ്റെ കർത്താവെന്നും യേശു തന്നെയാണ് എൻ്റെ രക്ഷകനും. റോമാലേഖനം 10:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാവോ? അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളിച്ചെയ്യുന്നുവല്ലോ. വായിച്ചോട്ടെ, തുടർന്ന് വായിച്ചോട്ടെ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ലജ്ജിച്ചു പോകയില്ല. കണ്ടോ? അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. പിന്നെ അവസാനത്തെ 13, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കപ്പെടും. കണ്ടോ? ഇത് 2 കൂടെ ചേർത്ത് വായിച്ചപ്പോൾ എന്താ അർത്ഥം? നമ്മൾ കാണാത്ത കാര്യമാണ്, ജഡത്തിൽ അനുഭവിച്ചറിയാൻ പറ്റാത്ത കാര്യമാണ്. ദൈവ വെളിപ്പാടിൻ്റെ ആധാരത്തിൽ മാത്രം നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു സാഹസമുണ്ട്, ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ ദൈവവചനം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല. നിങ്ങൾ ഈ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചത് കാരണം ഒരു ലജ്ജയും വരാൻ പോകുന്നില്ല. രണ്ടാമതായിട്ട് ഉറപ്പായിട്ട് എന്ത് കടന്നു വരും? രക്ഷിക്കപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ എനിക്ക് ദൈവം വെളിപ്പാട് നൽകി യേശു ആരാണ്, അവൻ കർത്താവാണ്, രക്ഷകനാണെന്ന് ഉള്ളിൽ ബോധ്യം നൽകിയിട്ട് ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കണം. വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. നീ തന്നെയാണ് കർത്താവ്, നീ തന്നെയാണ് രക്ഷകൻ, എന്നെ രക്ഷിക്കണമേ എന്ന്. അല്ലേ? നേരത്തെ നമ്മൾ കണ്ടു, ദൈവവചനം നമുക്കുള്ളിൽ ബോധ്യം നൽകി നമുക്ക് ഉറപ്പും നിശ്ചയവും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. അല്ലേ? ഇവിടെയും നമ്മൾ ആശ്രയിക്കുകയാണ്.
നമ്മൾ അതെങ്ങനെ പ്രകടിപ്പിക്കുന്നത്? വിളിച്ചപേക്ഷിക്കണം. കർത്താവേ എന്നെ രക്ഷിക്കണമേ. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, കേട്ടോ, അത് എല്ലാവർക്കും ഉള്ള വാക്കത്വമാണ്. ഏവനും രക്ഷിക്കപ്പെടും, ലജ്ജിച്ചു പോകയില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങ് അവസാനം എത്തുമ്പോൾ അയ്യോ യേശുവിൻ്റെ പുറകെ പോയത് വെറുതെ ആയല്ലോ, പ്രവൃത്തികളൊന്നും ചെയ്തുമില്ല. കഴിഞ്ഞ ബുധനാഴ്ച ഒരുത്തം വന്ന് പറഞ്ഞു ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, ഒരു ഭക്തിയും വേണ്ട, എല്ലാം കളഞ്ഞു വെച്ച് പാപ്പരായിട്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് യേശുവിൻ്റെ പുറകെ പോയിട്ടൊന്നും കാര്യമില്ലെന്ന്. കേട്ടോ, അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടോ? അവിടെ എത്തുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല. അന്ന് നിങ്ങൾ മനസ്സിലാക്കുമോ ഭക്തിയൊക്കെ വിട്ട് കളഞ്ഞേച്ചേ, മതപരമായ ഭക്തിയെല്ലാം വിട്ട് കളഞ്ഞേച്ച് യേശുവിൽ മാത്രം ആശ്രയം വെച്ചത് നന്നായി. സ്വർഗത്തിൽ കയറുന്ന വഴി, ഏക രക്ഷകൻ യേശു തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഞാൻ കൂടുതൽ സമയം ഇനിയും കൂടുതൽ കാര്യം ഇന്ന് പഠിപ്പിക്കുന്നത്, കാരണം ഇത് തന്നെ നമ്മൾ മനസ്സിലേക്ക് ധ്യാനിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എന്താണ് ദൈവവിശ്വാസം പൊതുവായിട്ട്, പിന്നെ അത് രക്ഷയുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് എങ്ങനെയാണ്, അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കണ്ടത് അല്ലേ. പക്ഷെ എന്താണ് എനിക്ക് വിശ്വാസം ഉളവാക്കുന്നത്? ദൈവവചനം. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ജ്ഞാനം കിട്ടാനും അറിവ് കിട്ടാനും വേണ്ടി മാത്രമല്ല, മതപരമായ സങ്കല്പങ്ങളും ജ്ഞാനങ്ങളും കിട്ടാൻ വേണ്ടിയല്ല. ഈ ബൈബിൾ വായിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് ഉള്ളിൽ പ്രകാശം നൽകും, ബോധ്യം നൽകും. അത് നിമിത്തം നിശ്ചയവും ഉറപ്പും വരും. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകും. ഇത് ദൈവവചനം തന്നെയാ, ഇത് നിന്റെ സൃഷ്ടാവ് തന്നെയാ നിന്നോട് സംസാരിക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ ഉള്ളി ബോധ്യം വരും. ആ നിശ്ചയവും ആ ഉറപ്പും കടന്നു വന്നേച്ച് എന്തോ വരും? ആശ്രയം വരും, ചാരാൻ തുടങ്ങും. അപ്പോൾ അത് ദൈവവിശ്വാസമായി. അത് രക്ഷയുടെ വിഷയത്തിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൽ ചാരുന്നു. എന്തു പറഞ്ഞുകൊണ്ട്? അവൻ കർത്താവാണ്, അവൻ രക്ഷകനാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങനെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? രക്ഷ കിട്ടും. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, വിശ്വാസം പൊതുവായിട്ടുള്ള എന്താണ്? അവൻ്റെ വെളിപ്പാട് നിമിത്തം അവനിൽ ആശ്രയം വെക്കുന്നത്, അതാണ് വിശ്വാസം. രണ്ടാമതായിട്ട് രക്ഷിക്കപ്പെടുന്ന എന്ത് ചെയ്യണം? അവൻ്റെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞ് അവനിൽ ചാരണം. അപ്പം നിങ്ങളോട് തന്നെ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ കർത്താവായിട്ടും നിങ്ങളുടെ ഏകരക്ഷിതാവുമായിട്ട് ഏറ്റുപറഞ്ഞ് വിളിച്ചപേക്ഷിച്ച് അവനിൽ തന്നെ ചാരിയിരിക്കുന്നുണ്ടോ? എങ്കിലാണ് രക്ഷ കടന്നു വന്നെന്ന് പറയുന്നത്. അപ്പോൾ രക്ഷയെക്കുറിച്ച്, വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് നമ്മളിനി വരുന്ന ആഴ്ചകളിൽ ഒരു 3-4 ആഴ്ച എടുത്ത് നമ്മൾ പഠിക്കും. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ വിശ്വാസം എന്താണെന്നുള്ളതാണ് ഈ ആഴ്ച നമ്മൾ നോക്കുവാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് ഒരു നിമിഷം മൗനമായിരുന്ന് ഈ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കാം. ദൈവിക വെളിപ്പാടിലൂടെ എൻ്റെ ഉള്ളത്തിൽ അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിൽ ദൈവമായി നൽകുന്ന നിശ്ചയവും ഉറപ്പും നിമിത്തം പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ഉള്ളം അവനിൽ ചാരുന്നുണ്ടോ? എനിക്ക് അങ്ങനൊരു വിശ്വാസമുണ്ടോ? അതോ വിശ്വാസം വെറും മതപരമായ സങ്കല്പവും തലയാട്ടലും മാത്രമാണോ? രക്ഷയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൃഷ്ടിയുടെ പ്രഭുവാണ് അവൻ. അതുപോലെ തന്നെ രക്ഷയ്ക്ക് കാരണമാകുന്ന ഏക വ്യക്തി അവനാണ്. അവനിൽ ദൈവം പൂർണ്ണമായിട്ട് രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. രക്ഷയുടെ എല്ലാ പ്രവൃത്തിയും, പാപത്തിൻ്റെ മുഴുശമ്പളവും അവൻ ചെയ്തു തീർത്തു എന്ന് ഉള്ളത്തിൽ ദൈവാത്മാവ് ബോധ്യം നൽകുന്നത് നിമിത്തം ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന തെളിവുകൾ. അപ്പോൾ അതുണ്ടെങ്കിൽ വിശ്വാസം വന്നു. അതില്ലെങ്കിൽ മതപരമായ അറിവ് മാത്രമേ ഉള്ളൂ. അതെല്ലാ സാമുദായിക ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അല്ലേ? അതല്ല നമുക്ക് വേണം. നമുക്ക് ജീവനുള്ള വിശ്വാസം, രക്ഷയിലേക്ക് നടത്തുന്ന വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം നൽകുകയാണെങ്കിൽ അതുമായിട്ട് നിങ്ങൾ ദൈവമായിട്ട് സംവദിക്കുക, പ്രതികരിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നേ ദിവസം കർത്താവേ, വിശ്വാസം എന്താണെന്ന് അതിൻ്റെ നിർവചനവും
അതിൽ കർത്താവെ അതിൻ്റെ അന്തസ്സത്തെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ദൈവവചനത്തിലൂടെ മാത്രം ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ബോധ്യങ്ങൾ, അത് ആശ്രയത്തിൽ കലാശിക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസമെന്ന് ഇന്ന് പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിൽ കർത്താവ് ഞങ്ങൾ നിന്റെ വാഗ്ദത്തം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുവാനും ആശയ്ക്ക് വിരോധമായി ആശിച്ചുകൊണ്ട് ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് എണ്ണിക്കൊണ്ട് നിന്നിൽ തന്നെ ചാരുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ വിഷയത്തിൽ കർത്താവ് യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിനെ കുറിച്ചുള്ളൊരു വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളത്തിൽ നീ പകരണമേ. അവൻ സർവ്വലോകത്തിൻ്റെയും കർത്താവാണെന്നും അവനിൽ മാത്രമാണ് രക്ഷയുടെ പൂർണ്ണ പ്രവൃത്തി ദൈവം കൈവരിച്ചിരിക്കുന്നതെന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവനെ വിളിച്ചപേക്ഷിച്ച് അവനിൽ മാത്രം ആശ്രയിച്ച് രക്ഷ കണ്ടെത്തുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ വിശ്വാസം എന്ന വിഷയം കൂടുതൽ പഠിക്കുവാനും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ പ്രാർത്ഥന കേട്ടിരിക്കാൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ.